പുനർജന്മം എന്ന ചിത്രത്തിൽ വയലാറിൻ്റെ നാരായം എഴുതി വച്ച ഒരു പാട്ട് എൻ്റെ മനസ്സിലെന്നും ഒരു ശില്പം പോലെയുണ്ട്. പ്രത്യേകിച്ച് സന്ദർഭത്തിന് വിശേഷങ്ങളൊന്നുമില്ല. ഒരു കടൽ തീരത്ത് ജയഭാരതിയുടെ മടിയിൽ തല വെച്ച് പ്രേം നസീർ കിടക്കുന്നു, പാടുന്നു, ഒരു സന്ധ്യാസമയം. പക്ഷെ ആ പാട്ട് എങ്ങനെയും തുടങ്ങാവുന്നതാണ്. പക്ഷേ വയലാർ തുടങ്ങിയത് ഭൂമിയിലുള്ള ബിംബങ്ങളെ കൊണ്ടല്ല. നമുക്ക് പലതും പറയാം. സന്ധ്യാസമയമാണ്, കടലാണ്, തൊട്ടപ്പുറത്ത് കടലുണ്ട്, മണലുണ്ട്, സന്ധ്യയുടെ വെളിച്ചം കാമുകിയുടെ കവിളത്തേക്ക് പാളി വീഴുന്നുണ്ട്. ഇതൊന്നിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നല്ല. അദ്ദേഹം തുടങ്ങിയത് സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രൻ്റെ പൂമടിയിൽ എൻ്റെ സ്വപ്നങ്ങളെ നീ ഇടത്തിയുറക്കൂ, സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ. സ്വയം പ്രഭേ സന്ധ്യയോട് പറയുകയാണ്, സൂര്യകാന്ത കൽപ്പടവിലാണ്, സൂര്യകാന്തം കൊണ്ടുണ്ടാക്കിയ ഒരു സോപാന നടയിൽ, ഒരു കൽപ്പടവിൽ, ആര്യപുത്രൻ്റെ മടിയിലാണ്. കാമുകനെക്കുറിച്ച് അവിടെ പറയാം. പ്രിയപ്പെട്ടവനെ, സ്നേഹിതനെ, രഹസ്യ സ്നേഹിതനെ എന്നൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലമാണ് പറയുന്നത്. ആര്യപുത്രൻ്റെ മടിയിൽ നിന്നാണ്. ആര്യപുത്രൻ രാജകീയമായൊരു സംബോധനയാണ്. എൻ്റെ സ്വപ്നങ്ങളെ നീ കിടത്തി ഉറക്കുമെന്നാണ്, അവളെയല്ല. അതാണ് അലങ്കാരമാലകൾ കാളിദാസന് ശേഷം ഉപയോഗിച്ച ഏറ്റവും വലിയ കവി വയലാറാണ്. നേരിട്ട് കാര്യം പറയില്ല ഒരിക്കലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു വാക്കിലും അദ്ദേഹം പാട്ടുകൾ തുടങ്ങിയിട്ടില്ല. മരാളികേ മരാളികേ, സീമന്തിനി നിൻ ചൊടികളിൽ ആരുടെ പ്രേമമൃദു സ്നേരത്തിൻ സിന്ദൂരം. സീമന്തിനി നിൻ ചൊടികളിലാരുടെ പ്രേമമൃദു സ്മേരത്തിൻ സിന്ദൂരം. ആരുടെ കൈനഖേന്ദു മരീചികളിൽ കുളിച്ചാകെ തളിർത്തു നിൻ കൗമാരം. സീമന്തിനി. ഇത് സാധാരണക്കാരനായ ഒരാൾക്കറിയാത്ത വാക്കാണ് സീമന്തിനി. പക്ഷേ പാട്ട് സൂപ്പർ ഹിറ്റാണ് ഇപ്പോഴും, ഇനി 100 വർഷം ഉണ്ടാവുകയും ചെയ്യും. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത്, പ്രണയത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിയുടെ കാൽപാദത്തെക്കുറിച്ച് പറഞ്ഞ സങ്കല്പം ഉപമാ കാളിദാസസ്യ എന്നാണ് പ്രയോഗം. കാളിദാസൻ്റെ ഉപമയാണ് ഉപമയായിട്ടുള്ളത്. എന്നാൽ അതിനെ വെട്ടിക്കളയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. വെൺചിറകൊതുക്കിയ പ്രാവുകൾ പോലുള്ള ചഞ്ചല പദങ്ങളോടെ, വെൺചിറകൊതുക്കിയ പ്രാവുകൾ പോലുള്ള ചഞ്ചല പദങ്ങളോടെ, നീ മന്ദം മന്ദം നടക്കുമ്പോൾ താനേ പാടുമൊരു മൺവിഭജിക ഈ ഭൂമി. വെൺചിറകൊതുക്കിയ പ്രാവുകളെപ്പോലെയുള്ള ചഞ്ചല പദങ്ങളോടെ നീ മന്ദം മന്ദം നടന്നു വരുമ്പോൾ ഒരു മൺവിഭജികയാവുകയാണ് ഭൂമി. മുറുക്കി വെച്ച ഒരു രുദ്രവീണയിൽ ഒരു പ്രാവ് നടന്നാൽ അതിൽ സംഗീതം ഉണ്ടാവും, അതിൽ കാറ്റ് തൊട്ടാൽ സംഗീതം ഉണ്ടാവും. ഇത്രയും സൂക്ഷ്മമായ ബിംബങ്ങൾ അന്തസ്സുള്ള ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ശ്രുതിയിൽ എഴുതിയ ശേഷം അദ്ദേഹം പറയുകയാണ്, നിന്നിഴൽ പൊഴിഞ്ഞൊരു ഏകാന്ത വീതിയിലെ
നിർമ്മാല്യ തുളസി പോലെ ഈ എൻ്റെ നെടുവീർപ്പുകൾ തൻ കാറ്റും കൊണ്ടൊരു എൻ്റെ ദുഃഖങ്ങളെ ഉറക്കാം. എൻ്റെ നെടുവീർപ്പിൻ്റെ കാറ്റുകൊണ്ട് എൻ്റെ ദുഃഖങ്ങളെ ഉറക്കാമെന്ന് വാഗ്ദാനം കൊടുക്കുന്ന ഒരു പ്രണയത്തിൻ്റെ വിപ്രലംഭത്തിലേക്ക് വയലാർ നമ്മളറിയാതെ കൂട്ടിക്കൊണ്ടുപോവുക.